ഭരണത്തുടർച്ച അവകാശപ്പെട്ട് CPIM പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് പരിഗണന നൽകിയാണ് പ്രഖ്യാപനം നടത്തിയത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MG തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. LDFിന്റെ വീണ്ടുമുള്ള ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഭരണവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ നിൽക്കുന്നത്. സമവായത്തിലൂടെ എല്ലാ സ്ഥാനാർത്ഥികളെയും CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ജില്ലാ സെക്രട്ടറി രാജു ചേരുന്നു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഇക്കുറി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ പ്രളയ കാലഘട്ടങ്ങളിലും കോവിഡിലും അതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന വ്യക്തിത്വങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. നമ്മുടെ ജില്ലയ്ക്ക് വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും ഒട്ടേറെ കാര്യങ്ങളിലുണ്ട്. പ്രവാസികൾ ധാരാളം ഉള്ള ജില്ലയാണ്. വിരൽത്തുമ്പിൽ കാര്യങ്ങൾ നടക്കുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഗൾഫിലിരുന്ന് അല്ലെങ്കിൽ അമേരിക്കയിലിരുന്ന് അവരുടെ വേണ്ട സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുന്നു എന്ന നിലയിലേക്ക്, വിദേശ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ പത്തനംതിട്ടയെ, കേരളത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടത്തിയ ഏറ്റവും വലിയ നേട്ടം. മാലിന്യമില്ലാത്ത പത്തനംതിട്ട, മാലിന്യമില്ലാത്ത കേരളം, അവിടേക്ക് നമ്മൾ ഇന്ന് അടിവെച്ച് മുന്നേറുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യൂണിറ്റ് ആരംഭിച്ചതോടുകൂടി അതിന്റെ വലിയൊരു തുടക്കം ഇട്ടുകഴിഞ്ഞു. ഇനി നമുക്കത് സമ്പൂർണ്ണമാക്കുക, എല്ലാവർക്കും വീട് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വന്യമൃഗ ശല്യം, നമുക്കറിയാം 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കാടൻ നിയമമാണ് ഈ വന്യമൃഗങ്ങളെ തൊടാൻ പോലും നമുക്ക് കഴിയാതിരിക്കുന്നത്. ആ നിയമം ഉൾപ്പെടെ പൊളിച്ചെഴുതാൻ വേണ്ടിയുള്ള ജനകീയ ഐക്യം ഇതോടൊപ്പം തന്നെ നമ്മൾ ശക്തിപ്പെടുത്തുക, പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതും നമ്മളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അരഞ്ഞു തിരിയുന്ന പേപ്പട്ടികളെ കൊല്ലാൻ വേണ്ടി കേരള ഗവൺമെന്റ് 3 തവണ കേന്ദ്രത്തിന് കത്തെഴുതിയതാണ്. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് 3 തവണയും ആ കത്ത് തിരസ്കരിച്ച് നമുക്ക് മുഖത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ്. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും BJPക്കും ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മികച്ച ഈ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പരാതിക്ക് പരിവില്ലാതെ CPIക്ക് തന്നെ എല്ലാ സീറ്റുകളും കിട്ടിയല്ലോ. അങ്ങനെയല്ല, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെല്ലാം തന്നെ അതാത് പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. വർദ്ധിച്ച സീറ്റുകളെ സംബന്ധിച്ച് അവിടെ ആലോചിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും എടുത്തിട്ടുണ്ട്. വലിയ പോരായ്മ കൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ യോജിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഐക്യത്തോടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല നിലയിൽ വിജയം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ തുടർച്ചയായി വീണ്ടും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിലും LDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തോടെ ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MG, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.